അപ്പം ഈ കിടക്കുന്ന ഒരു വാഹനം കണ്ടോ, ഇത് കൊമാക്കി എന്ന ബ്രാൻഡിൻ്റെ പുതിയൊരു 3 വീലറാണ്. 2 വീലർ എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു 3 വീലറാണ്. അപ്പോൾ ഇതിന് ഹെൽമെറ്റോ കാര്യങ്ങളോ നിർബന്ധമല്ല. കാര്യം എന്താണ്, ഇതൊരു 3 വീലർ ആയതുകൊണ്ടാണ് ഹെൽമെറ്റ് വേണ്ടത്. ലൈസൻസ് വേണം, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്, രജിസ്ട്രേഷൻ വേണ്ടുന്ന ഒരു വാഹനവുമാണ്. ഇത് ആർക്ക് പറ്റിയൊരു വാഹനമാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഫാമിലി പർപ്പസിന് പറ്റിയൊരു വാഹനമാണ്. കാര്യം 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തുന്നവരാണ്, റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും നടത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഹാൻഡിക്കാപ്പ്ഡാണ്, നിങ്ങൾ 2 വീലർ കൊണ്ടാക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാം. പിന്നെ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന. കാര്യം അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാനും വരാനും എല്ലാം പറ്റും. ഇതിൻ്റെ വേരിയൻസിലേക്ക് വരാം. ഫാം 1 എന്നതാണ് ഫസ്റ്റ് വണ്ടി നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 1.35 റേഞ്ചിൽ അതിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഫാം 2 എന്നൊരു വണ്ടി വരുന്നുണ്ട്. അതിന് 1.65 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ 1.35 വണ്ടിക്ക് 100 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. ഈ 1.65 വണ്ടിയാണെന്നുണ്ടെങ്കിൽ 200 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. 4 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. 4.5 മണിക്കൂറാണ് ഇത് ചാർജിലുള്ള സമയം നമുക്ക് വേണ്ടത്. 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററാണ് ഇതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളും കമ്പനി കൊടുത്തേക്കുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 55 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കമ്പനി കൊടുത്തേക്കുന്നത്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വില പറഞ്ഞു, കിലോമീറ്റർ പറഞ്ഞു, വാറൻറ്റി പറഞ്ഞു, ബാറ്ററിയുടെ കാര്യം പറഞ്ഞു, ഒരു ഇതോ വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി ഈ വണ്ടിക്കകത്തിന് എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഒരു യുണീക്ക് കാര്യം എന്ന് പറയുന്നത്, ഒരു പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഡിസൈൻ തന്നെയാണ്. കാര്യം ചാരിയിരിക്കുന്ന രീതിയിലുള്ളൊരു ഫ്രണ്ട് സീറ്റും പുറകിൽ 2 പേർക്ക് ഇരിക്കാന്നുള്ളൊരു സീറ്റും. കാര്യം ഇങ്ങനൊരു വണ്ടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാൻ കാരണവും ഞാൻ അത് തന്നെയാണ്. വണ്ടി കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വന്നെടുക്കുന്നതാണ്. ഫ്രണ്ടിൽ ഡിസ്കൊന്നുമല്ല, നോർമലി ഒന്നൊരു ബ്രേക്ക് യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ബോക്സ് അവർ കൊടുത്തു. കാര്യം സ്റ്റോറേജ് സ്പേസ് ആണ്. അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്ത് വെക്കാം. ഇത് സ്ട്രോങ് ആണ്, കണ്ടോ, സ്ട്രോങ് ആണ്. അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെച്ചാൽ പോലും ഇത് ഒടിഞ്ഞു പോകും എന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു അടപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാം. LED-യിലാണ് അവർ ലൈറ്റ് കൊടുത്തേക്കുന്നത്. കൊമാക്കിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റർ ആയാലും LED-യിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു യൂണീക്കായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഫ്രണ്ട് പോർഷനിൽ എടുത്ത് പറയേണ്ടത്. നമുക്ക് ഈ ഹാൻഡിൽ 2 ബ്രേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അവർ ലോക്കും കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ 2 വീലറൊക്കെ കാണുന്നത് തന്നെയാണ്. പക്ഷേ ഇത് 2 ബ്രേക്കിൽ അവർ കൊടുത്തു എന്നുള്ളതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സേഫ്റ്റി വൈസ് സൈഡിലേക്ക് വരാം. പിന്നൊരു കാര്യം പറയേണ്ടത്, നമുക്കിതിൻ്റെ കാലിൽ നമുക്കൊരു ബ്രേക്ക് കൊടുക്കണം. കേട്ടോ, കാറിലൊക്കെ വരുന്നത് പോലെ തന്നെ കാൽ ഉപയോഗിച്ച് നമുക്കൊരു ബ്രേക്ക് ഉപയോഗിക്കാം. ഹാൻഡ് ബ്രേക്ക്, ഒരു സേഫ്റ്റി വൈസ് ഒരു ഹാൻഡ് ബ്രേക്ക് അവർ കൊടുത്തു. ഈ ഒരു സീറ്റിൻ്റെ പുറകിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഇതിനുള്ളിൽ ബാറ്ററി പാക്കാണ് ഇരിക്കുന്നത്. 4 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് ഈ ഒരു ബോക്സിനുള്ളിൽ അവർ വെച്ചേക്കുന്നത്. അപ്പോൾ ചാരിയൊക്കെ ഇരിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ചാരി ഇരുന്ന് നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം വയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറിഞ്ഞ് വീഴുമെന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പ്രായമുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. അപ്പോൾ ഇനി സെക്കൻഡ് റോയിലേക്ക് വരാം. അപ്പോൾ സെക്കൻഡ് റോയിൽ 2 പേർക്ക് വളരെ വിശാലമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. റിമോട്ടിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാനും ഓണാക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് വണ്ടിയിൽ കാണുന്നത് തന്നെയാണ്. സെയിം ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും അവർ കൊടുത്തേക്കുന്നത്. 2 പേർക്ക് വിശാലമായിട്ടിരിക്കാം. ബാക്കിലേക്ക് ഏറ്റവും റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കൊമാക്കി എന്നൊരു ബ്രാൻഡിങ് അവർ കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സീറ്റിൻ്റെ പുറകിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആ ഒരു ലൈറ്റ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് കാണാം. നമ്മൾ കുറച്ച് വലിയ വണ്ടികളൊക്കെ കാണുന്ന രീതിയിലുള്ള കുറച്ച് വലുപ്പമേറിയ ലൈറ്റ് യൂണിറ്റാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്ററാണ് ഇതിൻ്റെ പുറകിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് അതിനൊരു മോട്ടർ യൂണിറ്റും കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ് ഇതിനുള്ളിൽ കമ്പനി കൊടുത്തേക്കാണ്ടോ. വിശാലമായിട്ടുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു മാറ്റും അവർ കൊടുത്തിട്ടുണ്ട്. ആ മാറ്റിൻ്റെ ഡിസൈൻ തന്നെ കണ്ടോ നിങ്ങൾ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. അതായത് ഇതവർ മേക്ക് ചെയ്തേക്കുന്നത് തന്നെ ഇതിനുള്ളിൽ നല്ല രീതിയിൽ ലഗേജ് കൊണ്ടുപോകാം എന്നൊരു പർപ്പസിന് തന്നെയാണ് അവരിത് മേക്ക് ചെയ്തേക്കുന്നത് തന്നെ. ജസ്റ്റ് അതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. താക്കോലിഞ്ഞെടുക്കാം. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് സ്പേസ് നല്ല രീതിയിലുണ്ട്. കാര്യം കാലൊക്കെ നല്ല കംഫർട്ടായിട്ട് വെച്ചിരിക്കാൻ പറ്റും. അത്യാവശ്യം ചാരി ഇരിക്കാം. 2 പേർ കാണുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇതിനകത്ത് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെയും കൊമാക്കി എന്നൊരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പുറകിലായിട്ടാണ് ചാർജിങ് സോക്കറ്റ് കൊടുത്തേക്കുന്നത്. കണ്ട, ചാർജിങ് സോക്കറ്റാണ് ഇതിൻ്റെ പുറകിലായിട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ലോക്കാണ് കേട്ടോ. ഓപ്പൺ ചെയ്യാൻ മതി. കണ്ടേ, അതിൻ്റെ യൂണിറ്റും ബാറ്ററി പാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതാണ്ടേ ഇതിനുള്ളിലായിട്ടാണ് അവർ പ്ലേസ് ചെയ്യുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ട, ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങ് ലോക്ക് ചെയ്തേക്കാം. അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല. പിന്നെ ഫ്രണ്ടിലായിട്ടും ശകലം സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് ഇതിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് നൽകിയത്. കണ്ട, കിലോമീറ്റർ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കുന്നത്. റിവേഴ്സ് മോഡ് അവൈലബിൾ ആണ്. 3 ഡ്രൈവ് മോഡ് ഉണ്ട്. 1, 2, 3.
ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ, ലൈറ്റിൻ്റെ കൺട്രോൾ, ഹോണ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് സൗണ്ടുള്ള ഹോണല്ല, ചെറിയ ഹോണാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രണ്ടിൽ പറയേണ്ട അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും അവർ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല പറയാം. ജസ്റ്റ് നമുക്കൊന്ന് കയറിയിരിക്കാം. കയറിയിരുന്നാൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എടുക്കുക, ഹാൻഡ് ബ്രേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്യുക, റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓടിക്കാനായിട്ട് പറ്റുന്നതാണ്. അത്യാവശ്യം കൈ തെളിയാത്തവരാണെന്നുണ്ടെങ്കിലും ഇത് കൊണ്ടു നടക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ കുറച്ച് കുഴിയൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ റോഡിലേക്ക് കയറി ഓടി രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റോഡിലോട്ട് കയറ്റാഞ്ഞത്. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയിട്ട് ഓടിച്ച് കാണിച്ചത്. അപ്പോൾ കണ്ടോ, നിങ്ങളുടെ ആവശ്യം എന്താണോ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വാഹനം കണ്ടതിന് ശേഷം ഞാൻ വിലയൊക്കെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പർപ്പസിന് ഈ ഒരു വാഹനം പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മളിത് വണ്ടി എടുത്തേക്കുന്നത് കൊല്ലത്തെ ഷോറൂമിൽ നിന്നാണ്. കൊല്ലത്ത് മാടന്നട ഭാഗത്ത് നമുക്ക് റിലയൻസിൻ്റെ ഒരു സ്റ്റോറുണ്ട്. റിലയൻസിൻ്റെ കൊല്ലത്തെ മെയിൻ ഔട്ട്ലെറ്റാണത്, വലിയ സ്റ്റോറാണ്. അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് കൊമാക്കിയുടെ ഒരു ഡീലർഷിപ്പ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ വണ്ടി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇത് കണ്ടതാണ്. അപ്പോൾ ഇന്ന് സമയം കിട്ടി. അപ്പോൾ അങ്ങോട്ട് വന്ന് നമ്മുടെ ഒരു വണ്ടി നമ്മൾ അവരെ നിന്ന് എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ കൗതുകമുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി. ഹാൻഡ് ബ്രേക്കൊക്കെ വരുന്നു, ബ്രേക്കിൻ്റെതും ആ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാലും ഒരു പുതുമയുണ്ടതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുത്തതാണ്. ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി അവരെ. വേറെ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം വരെ. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.